ഇത് ശിരൂരിൽ നിന്നും അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പ്രതീക്ഷാ നിർഭരമായ ഒരു ദിനമായിരുന്നു. സംയുക്ത പരിശോധന, നാവികസേനാ അംഗങ്ങളുടെ പരിശോധന, പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ പരിശോധന, ഇതൊക്കെയും സംയുക്തമായി ചേർന്നുകൊണ്ട് ആഴങ്ങളിലേക്ക് ചെന്നെത്താൻ സാധിച്ചിരുന്നുവെങ്കിലും ശക്തമായ അടിയൊഴുക്കും ഈ കലക്കവെള്ളവും പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. നാളെ കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഡഗ് ബോട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുമ്പോൾ നാളെ ഈ ദൗത്യം വിജയത്തിൽ എത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ദൗത്യസംഘം പങ്കുവെക്കുന്നത്. സുരേഷ്, നാളത്തെ തെരച്ചിൽ സംബന്ധിച്ച തീരുമാനങ്ങളിലേക്ക് ജില്ലാ ഭരണകൂടവും മറ്റും എത്തിയിട്ടില്ല. നിലവിൽ ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരം ഇന്ന് നടത്തിയ ഈ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ ലോറിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈശ്വര മൽപ്പയുടെ നേതൃത്വത്തിൽ പുഴയിൽ ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ മൺതിട്ടയുടെ ഭാഗത്ത് ഇപ്പോൾ പോയിന്റ് ചെയ്തിട്ടുള്ള പോയിന്റ് 4-ലാണെങ്കിലും പോയിന്റ് 3-ലാണെങ്കിലും ഒക്കെ പരിശോധന നടത്തുമ്പോൾ അവിടെ വലിയ രീതിയിൽ ചളി അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അതുപോലെ വലിയ മരവും മരത്തിന്റെ ചില്ലകളുമൊക്കെ അവിടെ അടിഞ്ഞുകൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ പരിശോധന നടത്തുമ്പോൾ അതിനകത്തേക്ക്, അതായത് ഈ ലോറിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനകത്തേക്ക് യാതൊരു തരത്തിലും എത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ ഒഴുക്കിനെ അതിജീവിച്ച് ഉള്ളിലേക്ക് കടക്കുമ്പോഴും ഈ ചളിയും, ഇത്രയും ആഴത്തിൽ കുന്നുകൂടി കിടക്കുന്ന ചളിയും മരത്തിന്റെ വലിയ മരങ്ങളും അതിന്റെ ചില്ലകളുമൊക്കെ മാറ്റിക്കൊണ്ട് ഒരു മനുഷ്യനെ, അതായത് ഈ ഒരു ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ച ഒരു മനുഷ്യന് അതിനകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അതിനകത്ത് ഈ ലോറി ഉണ്ടോ, അതിന്റെ ക്യാബിൻ ഏത് ഭാഗത്താണ് എന്നൊന്നും ഉറപ്പിക്കാൻ കഴിയാത്ത അത്രയും ദുഷ്കരമായിരുന്നു ഇന്നത്തെ ഈ രക്ഷാ ദൗത്യം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഏതായാലും MLA സതീഷ് സെയിൻ ഉൾപ്പെടെ പറഞ്ഞത് ഇന്നത്തെ ഈ ഒരു തിരച്ചിൽ അത് വളരെ ദുഷ്കരമായിരുന്നു എന്ന് മാത്രമല്ല, തിരച്ചിൽ ഈ ലോറിയിലേക്ക് യാതൊരു തരത്തിലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി നാളെയും ഈശ്വര മൽപ്പയുടെ നേതൃത്വത്തിൽ ഈ തിരച്ചിൽ തുടരുമോ, അതല്ലെങ്കിൽ എന്തായിരിക്കും ഇനി അടുത്ത ഒരു സ്റ്റെപ്പായി ഇവർ മുന്നോട്ട് വെക്കുക എന്നുള്ളത് യോഗം ഇന്ന് വൈകിട്ടോടുകൂടെ, ഇനി അല്പസമയത്തിനകം തന്നെ ഇവർ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അറിയിക്കാം എന്നുള്ളതാണ് ഈ നിമിഷം അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഇന്നത്തെ തിരച്ചിൽ കണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം മറ്റേ നേവി സംഘവും മറ്റുമൊക്കെ ഈ മുങ്ങൽ വിദഗ്ധരുമൊക്കെ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഒഴുക്ക് മൂലം സാധിച്ചില്ല. പക്ഷേ ഈശ്വര മൽപ്പെ ഈ ഒഴുക്കിനെ അതിജീവിച്ച് പുഴയിലേക്ക് ചാടി അവിടേക്ക് കടന്നു ചെന്നു എന്നുള്ളത് ഇന്ന് വലിയ വിജയമായിരുന്നു. പക്ഷേ എന്നിട്ടും അവിടെ ഈ ലോറിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭാഗത്ത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് 4-ലാണെങ്കിലും പോയിന്റ് 3-ലാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ ചെളി കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. വലിയ മരങ്ങളും അതിന്റെ ശാഖകളും ഒക്കെ കിടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ യാതൊരു തരത്തിലും അവിടേക്ക് അടുക്കാൻ കഴിയുന്നില്ല. ഈ ലോറി ഉണ്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഒന്നും കടക്കാൻ കഴിയാത്ത അത്ര ദുഷ്കരമാണ് ഈ രക്ഷാദൗത്യം എന്നുള്ളതാണ്. എന്തായാലും ഇനി അടുത്തതായിട്ട് ഈ ജില്ലാ ഭരണകൂടം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടുള്ളത്. അതേതായാലും ഇവർ യോഗത്തിന് ശേഷം അറിയിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സുരേഷ്, ഏതായാലും ഇന്നത്തെ പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെയും പരിശോധന തുടരും, തെരച്ചിൽ തുടരും. ശിരൂരിൽ നിന്നും അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.